എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് വളരെ നിസ്സാരമായിട്ട് വെറും 595 രൂപയുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാവുന്നൊരു കേസ് കെട്ടാണ്. അങ്ങനെ നമ്മുടെ മാരുതി 800ൻ്റെ എല്ലാ വർക്കും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കളറും കാര്യങ്ങളും എല്ലാം അടിച്ച് വണ്ടി ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് നമ്മൾ RTO കാണിക്കാനായിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പോവാണ്. RC ബുക്കിലേക്ക് നമ്മുടെ ഈ ഒരു അടിച്ചിരിക്കുന്ന ഈ ഒരു കളർ കയറണമെങ്കിൽ നമ്മുടെ വണ്ടി RTO കൊണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഒരു പണി നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടി മൂവാറ്റുപുഴ RTOയിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ മൂവാറ്റുപുഴ RTOയിൽ പോയി നമ്മുടെ വണ്ടി റീടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആലപ്പുഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പേപ്പറാണ് നമുക്ക് വേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ശരിക്കും നമ്മളിപ്പോൾ താമസമുണ്ട് കേട്ടോ. 10 മണിക്കാണ് വണ്ടികൾ എത്തിക്കേണ്ടത്. ഒന്ന് നമ്മുടെ RC ബുക്കാണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ RC ബുക്ക് ഉണ്ടല്ലോ, ഇത് നമ്മളൊരു കവറിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു കവറും എടുത്തിട്ടുണ്ട്. ഒരു RC ബുക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പേപ്പറുകൾ അധികം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് ആദ്യം ഒരു അപേക്ഷയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇപ്പോൾ മൂവാറ്റുപുഴ RTOയിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ നമ്മളത് ആലപ്പുഴ RTOയിലേക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ജോയിൻ്റ് RTOയ്ക്ക് ഒരു അപേക്ഷ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ആലപ്പുഴ RTOയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ടെസ്റ്റ് ഫീസ് ആയത് 595 രൂപ നമ്മൾ അടച്ചതാണ് ഈ ഒരു പേപ്പർ. അതേപോലെ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഇൻഷുറൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ RC ബുക്കിൻ്റെ ഒരു കോപ്പി ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പം നമ്മുടെ RTOയിൽ കൊടുക്കേണ്ടത്. ആലപ്പുഴക്കാർക്കെല്ലാം അറിയാം, നമ്മുടെ ആലപ്പുഴ റെക്രഷൻ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നേരെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണേ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് അങ്ങനെ നമ്മൾ പാസ്സാക്കി എടുത്തല്ലേ. വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ RTOയ്ക്ക് മനസ്സിലായി വണ്ടി നല്ല നീറ്റ് കണ്ടീഷനിൽ കിടക്കുകയാണെന്ന്. ചെന്നൊരു 5 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മുടെ RTO നല്ല അടിപൊളി മനുഷ്യനായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ വണ്ടി കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി വണ്ടി നീറ്റ് കണ്ടീഷനാണെന്ന്. ഒന്ന് നോക്കിയ പോലും ഇല്ല പുള്ളി. മീൻസ് വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പുള്ളി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. ചിലരൊക്കെ ആണെങ്കിൽ വന്നിട്ട് അതുപോലെ ഇതുപോലെ നമ്മൾ അലോയ് പോലും ഊരാതെ കേട്ടോ ടെസ്റ്റിന് കൊണ്ടുപോയത്. അത്രയ്ക്ക് നീറ്റ് ഇതായിട്ട് കൊണ്ടുപോയിട്ടാണ് പുള്ളി സെറ്റാക്കി പാസ്സായി തന്നത്. കാരണം നമ്മുടെ പക്ക ബോഡി ലെവൽ കിടക്കുന്ന വീലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അഴിക്കേണ്ടി വന്നില്ല. നീറ്റായിട്ട് ചെന്ന് എല്ലാം പാസ്സാക്കി എടുത്തുകൊണ്ടെങ്കിൽ പോകുന്നു. ചില RTOയെ കണ്ടോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ഇതുപോലെ അത് മാറ്റിയിട്ടോ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ RTO അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ചെന്തുക, കണ്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരൻ അല്ലറയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അതാണ്. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി അങ്ങനെ RTOയെ കാണിച്ച് ടെസ്റ്റും പാസ്സാക്കി നമ്മുടെ പുറകെ കൊണ്ടുവന്നത് ഇവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ നമ്മുടെ RTO പറഞ്ഞു കൊള്ളാം, വണ്ടി അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സെന്ന് കൊണ്ടുപോയപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ RTO പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നീറ്റായിട്ടാണ് വണ്ടി പണിതിരിക്കുന്നതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ അലോയ് വീൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ നേരെ RTOയെ കൊണ്ട് കാണിക്കാൻ പോയിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പുള്ളി എങ്ങാനും അലോയ് വീൽ ഊരിയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ വന്നാലേ വണ്ടി പാസ്സാക്കി തരത്തുള്ളൂ എന്നങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പണി കിട്ടിയേനെ. അപ്പോൾ നമ്മൾ അലോയ് വീൽ അങ്ങനെ ഇട്ടുകൊണ്ടാണ് നമ്മൾ വണ്ടി കൊണ്ടുപോയത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോകും അല്ലെങ്കിൽ നിങ്ങൾ കളർ ചേഞ്ചിന് ഓൾട്രേഷന് കൊണ്ടുചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നേരെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയാനുള്ളത്. നല്ല നീറ്റായിട്ട് തന്നെ നല്ല പക്കായിട്ട് തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നമ്മുടെ വണ്ടി. ഈ ഒരു 800 നമ്മൾ പെയിൻറ്റ് ചെയ്ത സമയത്ത് ഈ വണ്ടിയിലുണ്ടായിരുന്ന A to Z കാര്യങ്ങളും അഴിച്ചതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഇത്രയും ഒരു പെർഫെക്ഷൻ കിട്ടിയിരിക്കുന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പെയിൻറ്റർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ഷൈബു ചേട്ടൻ. അതുകൊണ്ട് തന്നെ നല്ല വണ്ടി ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി ഭയങ്കര ലുക്കാണ്, ഒരു ക്യൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ അതായത് വണ്ടിയുടെ അടുത്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ മഡ് ഫ്ലാപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വണ്ടിക്ക് പിടിപ്പിക്കുക. അതേപോലെ നമ്മുടെ അലോയ് വീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അലോയ് വീലൊന്നും നമ്മൾ ഊരിയൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഈ ഒരു ബമ്പർ റബ്ബർ ലിപ്പ് ഉണ്ട്. ഈ റബ്ബർ ലിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ അഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പേടിച്ചാണ് കൊണ്ടുവന്നത്. ഇനി കൊണ്ടുവരുന്ന സമയത്ത് എങ്ങാനും ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പണി പാളിയാനെ. പിന്നെ നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പുതിയ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബോക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട്. ചിലർ ഈ ബോക്സ് വെച്ചിട്ട് ഈ നട്ട് ഇടത്തില്ല. ഈ നട്ട് ഇടാതെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ RTO ടെസ്റ്റ് പാസ്സാക്കി തരത്തില്ല.
കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഈ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ഗ്രില്ല് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടിയുടെ റൂഫ് കണ്ടോ, ഈ റൂഫ് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലരെന്നെ വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ വണ്ടി മേളിൽ സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RTOയിൽ പാസ്സായി കിട്ടുമെന്ന്. ഒരു കാരണവശാൽ നിങ്ങൾക്ക് RTOയിൽ പാസ്സായി കിട്ടത്തില്ല. വണ്ടിയിൽ പെയിൻറ്റ് മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്ന കളർ എന്നുള്ളത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ്. ഗ്രീനും ബ്ലാക്കുമാണ് നമ്മുടെ RC ബുക്കിൽ കയറ്റിയുള്ള കളർ. അപ്പോൾ ഇതൊരു ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്നൊരു കളർ ആയിരിക്കത്തില്ല നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ. ഇതൊരു അക്വാ ഗ്രീൻ എന്ന് പറയുന്നൊരു പ്രത്യേകത ഒരു കളറാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കളറും വണ്ടി നേരിട്ട് കണ്ടിട്ടുള്ളവർക്കും അറിയാം, രണ്ടും രണ്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളിത് ഗ്ലാസ്സൊക്കെ നമ്മൾ ചുമ്മാ മറ്റേ നെറ്റാട്ടോ വെച്ചിരിക്കുന്ന, ടിൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ടിൻറ്റൊക്കെ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിയമം പാസ്സാക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ടെസ്റ്റ് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂളിങ് കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഇനി ഒട്ടിക്കണം നമുക്ക്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അയ്യോ നമ്മുടെ ചാനലിൻ്റെ പേര് ഇത് പൊളിക്കാൻ മറന്നു പോയി കേട്ടോ, പിന്നീട് സത്യമായിട്ട് മറന്നു പോയി കേട്ടോ. ഇതെങ്ങനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ വേറെ RTO ഒക്കെ ആയിരുന്നേ പണി പാളിയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ RTO അത്യാവശ്യം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ പുള്ളിയൊന്നും കണ്ടില്ല, ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പൊളിച്ച് മാറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇതാണ് വണ്ടിയുടെ ബാക്കിലെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ബാക്കിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ, മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ ലുക്ക്. നോക്കിയേ, ഈ ഒരു സൈഡ് ലുക്ക് ഇതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ഈ ഒരു 800ൻ്റെ ഇൻറ്റീരിയർ ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ഒരു 800 ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ കേട്ടോ. നേരെ അകത്തേക്ക് വാ. ഇത് കണ്ടോ, നമ്മൾ ചെയ്തിട്ടുള്ള മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഈ ഒരു ഡോർ പാഡ് കണ്ടോ, ഈ ഒരു ഡോർ പാഡ് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഡാഷ്ബോർഡ് നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോൾ നമ്മളിത് നീറ്റാക്കി ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ റൂഫിലോട്ട് നോക്കിയാൽ റൂഫ് ഫുള്ള് നമ്മളിത് ഈ ഒരു റെക്സിൻ മെറ്റീരിയൽ ഒരു ക്ലോത്ത് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഉണ്ടോ, ഈ ഒരു മെറ്റീരിയൽ തന്നെ നമ്മൾ മേളിൽ റൂഫിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഓൾട്ടോ K10ൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഇതേ ഗിയർ നോബ് ഇട്ടാണ് നമ്മുടെ ടെസ്റ്റിന് പോയത് കേട്ടോ, അതൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഒക്കെ നമ്മൾ മാറി എല്ലാം ഊരി വെച്ചിട്ടാണ് കേട്ടോ പോയത്. ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ അതൊക്കെ ഊരി വെച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ അകത്തോട്ട് അങ്ങനെ വലുതായിട്ടുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് വണ്ടി, നല്ല രീതിയിൽ വൃത്തിയാക്കിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളർ നമ്മുടെ RC ബുക്കിലേക്ക് നമ്മൾ ആക്കിയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ വണ്ടിയുടെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വണ്ടി ഇതേപോലെ കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ RC ബുക്കിലേക്ക് നമ്മൾ ആ ഒരു കളർ കയറ്റണം, അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റാണ്. നമ്മൾ RTO അല്ലെങ്കിൽ പോലീസ് പിടിക്കുന്ന സമയത്ത് അവർ ആ കളർ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കളർ അല്ലെങ്കിൽ RC ബുക്കിൽ കിടക്കുന്ന കളറല്ല വണ്ടിക്കെങ്കിൽ നല്ല ഫൈൻ എമൗണ്ട് നമുക്ക് തരും. ഇത് വളരെ നിസ്സാരമായിട്ട് വെറും 595 രൂപയുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാവുന്നൊരു കേസ് കെട്ടാണ്. നിങ്ങൾ പുറത്തൊരു ഏജൻറ്റ് വഴി പോവുകയാണെങ്കിൽ 1000-1500 രൂപയൊക്കെ നിങ്ങൾക്ക് ചിലവ് വരും. പക്ഷേ നിങ്ങൾക്ക് സമയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏജൻറ്റ് വഴി പോകാൻ സാധിക്കും. നമ്മളൊന്നും അറിയേണ്ട, വണ്ടി കൊണ്ട് കാണിച്ചാൽ മതി. ഇപ്പോഴും നമ്മൾ വണ്ടി കൊണ്ട് കാണിച്ചാൽ മതി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, അക്ഷയയിൽ ചെന്ന് പൈസ അടച്ച് അതിൻ്റെ പുറകെ ഒരുപാട് നൂലാമാലകളുണ്ട്, അതൊക്കെ നമ്മൾ കടന്നു പോവാണ്. വെറും 595 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വണ്ടിയിൽ ഈ ഒരു കളറാക്കി, ഈ കളർ എന്നല്ല ഏത് കളർ വേണേൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വണ്ടി കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ RC ബുക്ക് നോക്കിയപ്പോൾ നമ്മൾ വണ്ടി മൂവാറ്റുപുഴ നിർത്തിയാണ്, KL 44 മൂവാറ്റുപുഴയിലാണ് ഈ ഒരു RTO കിടന്നത്. അപ്പോൾ അതറിയാതെ ഞാൻ എന്ത് ചെയ്തു, ഫീസ് അടച്ചു പോയി. അപ്പോൾ മൂവാറ്റുപുഴ RTOയ്ക്കാണ് ഫീസ് അടച്ചത്. അപ്പോൾ അത് കുറച്ച് പണി കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, മൂവാറ്റുപുഴയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ആദ്യം ആക്കി. അത് നമ്മൾ RTO ഓഫീസർ റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ അവർ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ RTOയിലേക്ക് വണ്ടി ആക്കി. അത് ഒരാഴ്ച ടൈം എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആലപ്പുഴയിൽ ചെന്നു. നമ്മുടെ ആലപ്പുഴ RTOയ്ക്ക് നമ്മൾ പൈസ അടച്ചു. നമ്മൾ ടെസ്റ്റിന് ചെയ്യാനുള്ള 595 രൂപ എന്നൊരു ചെറിയ നിസാര ഒരു ഫീസ് അടച്ചു. അടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വണ്ടി നേരെ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ നമ്മൾ RTO കൊണ്ട് കാണിച്ചു, നമ്മൾ ടെസ്റ്റ് പാസ്സാക്കി. എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്, അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതായത് ഞാൻ ഈ ഒരു വണ്ടി എടുത്ത മൂവാറ്റുപുഴയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഓണർ പറഞ്ഞു ഞാൻ തന്നെ പെരുമാറി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ഒരു കാര്യം. സെയിൽ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം പുള്ളി അവിടെ മൂവാറ്റുപുഴ RTO കൊടുത്ത് പേര് മാറ്റി. പക്ഷേ അവർ RTO ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ ആ ഒരു ബുക്കും പേപ്പറും എല്ലാം മേടിച്ച് സെയിൽ ലെറ്റർ പുള്ളിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു RC ബുക്ക് എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ആലപ്പുഴ RTOയിൽ വേണമായിരുന്നു അതിൻ്റെ പേപ്പർ മൂവ് ചെയ്യാൻ. എൻ്റെ നാട് ആലപ്പുഴയാണ്, എനിക്ക് ഏത് RTO ആണ് വേണ്ട ആ RTO നിങ്ങളുടെ നാടിൻ്റെ അടുത്ത് നിങ്ങൾ വണ്ടി വാങ്ങിയാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള RTOയിൽ വേണമായിരുന്നു ആ പേപ്പറിന് കൊടുത്ത് അവിടെ വേണം ചേഞ്ച് ചെയ്യാൻ. അല്ലെങ്കിൽ RTO നമ്മൾ വണ്ടി എടുത്ത സ്ഥലം തന്നെ കിടക്കും. ടെസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ആ
ഇപ്പോൾ ദൂരെ ഒരു സ്ഥലത്താണ് കിടക്കുന്നത് അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേയൊക്കെയാണ് RC ബുക്ക് എടുത്ത് നോക്കി നമ്മൾ കൊണ്ടുപോകുന്ന പരുവത്തിൽ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും RTO ദൂരെ ആയിരിക്കും കിടക്കുന്നത്. ഒരാഴ്ച എടുക്കും പേപ്പർ ചേഞ്ച് ചെയ്ത് വരാൻ. അപ്പോഴത്തേക്കും ടെസ്റ്റ് ഡേറ്റ് കഴിയും, എക്സ്ട്രാ ഫൈൻ അടക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമ്മുടെ 800 എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.